വെച്ച പുട്ടൂറ്റി എന്ത് എന്റെ പൊന്നു പെണ്ണെ? ഇന്ന് ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സമരത്തിന് പോയപ്പോൾ മൈക്കിൽ കൂടെ സംസാരിക്കുന്ന കുറേ ചേട്ടന്മാരും ചേച്ചിമാരെയും കണ്ടു. എനിക്കും വലുതാകുമ്പോൾ അവരെ പോലെ ആവണം. എൻ്റെ നാടിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ടി വിയിൽ കൂടെ പറയും. സ്വന്തം നാടാണ് വണ്ടിപ്പെരിയാർ. ഈ വണ്ടിപ്പെരിയാറിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടുത്തെ കാലാവസ്ഥയാണ്, പിന്നെ ഇവിടുത്തെ ഭൂപ്രകൃതി തന്നെയാണ്. ഇവിടെ ഭൂരിഭാഗവും ഈ കാണുന്ന പോലെ തന്നെ തേയിലത്തോട്ടങ്ങളൊക്കെയാണുള്ളത്. തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല, സ്വാഭാവികമായും ഹൈ റേഞ്ച് ആണ്. ഏലത്തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉള്ള ആളുകൾ ഭൂരിഭാഗവും തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ്. പണ്ടൊക്കെ ഈ തമിഴ്നാടിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ തോട്ടത്തിൽ ജോലി ചെയ്യാൻ വന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടെ സെറ്റിലായിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് പണ്ട് വണ്ടിപ്പെരിയാർ എന്നല്ലായിരുന്നു, വണ്ടിപ്പേട്ട എന്നായിരുന്നു ഈ സ്ഥലത്തിന്റെ പേര്. പെരിയാറിന്റെ തീരത്തായിരുന്നു ഈ കാളവണ്ടികൾ, ഈ ചരക്ക് കൊണ്ടുവന്നിരുന്ന കാളവണ്ടികളൊക്കെ നിർത്തിയിട്ടിരുന്നത്. അങ്ങനെയാണ് വണ്ടിപ്പേട്ട എന്ന് പറഞ്ഞത്. പെരിയാർ നദിയിൽ തന്നെ ഈ വണ്ടികളൊക്കെ വന്ന്, ഈ കാളവണ്ടികൾ വന്ന് നിർത്തിയത് കൊണ്ട് അതിനെ പിന്നീട് വണ്ടിപ്പെരിയാർ എന്നറിയപ്പെടാൻ തുടങ്ങി. എൻ്റെ ഉണ്ണി 5 വർഷം കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കിട്ടുമല്ലോ, കിട്ടില്ലേ? 5 വർഷം കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ട്രാൻസ്ഫർ കിട്ടും. എല്ലാരും ഉണ്ടല്ലോ. ചേട്ടാ എനിക്കൊരു ചായ, സ്ട്രോങ്, മധുരം കുറച്ചേ. നല്ല തണുപ്പുണ്ടല്ലേ? പിന്നെ നമ്മുടെ ചൂടുള്ള തെരഞ്ഞെടുപ്പ് വാർത്തയൊക്കെ ഇലക്ഷൻ ചൂടാണ് ഭയങ്കരമായി നിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഇപ്പോൾ പൊതുവായിട്ടുള്ള ചായക്കടകളിലും എല്ലാ മേഖലകളിലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർഭരണ പഞ്ചായത്തിലുണ്ടാവുമോ LDFന്? ഒരിക്കലും ഉണ്ടാവില്ല. ഇല്ല, അടുത്തു ഭയങ്കര പരാജയമാണെന്ന് തോന്നല്ലോ പറച്ചിലൊക്കെ കേട്ടിട്ട്. സംശയം തിരിക്കുന്നു. കിട്ടുന്ന പൈസ 50% പോലും ഇവർക്ക് ചെലവഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് ഭരണമായിരുന്നു നടക്കുന്നത്? കഴിഞ്ഞ ഒരു വർഷം മാത്രം 20 കോടി രൂപയാണ് ലാപ്സാക്കിയിരിക്കുന്നത്. രാജ്യവ്യാപകമുള്ള അയ്യപ്പന്മാർക്ക് പാർക്കിംഗ് സംവിധാനമില്ലാത്തൊരു പരമദയനീയമായ ഒരു അവസ്ഥയും കൂടെ നിലനിൽക്കുന്നുണ്ട്. ആന്ധ്ര, കർണാടക, തമിഴ്നാട് പ്രദേശത്തു നിന്ന് വരുന്ന സ്വാമിമാർക്കും മലമൂത്ര വിസർജനത്തിന് സൗകര്യമില്ല. അവർ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഈ വണ്ടിപ്പെരിയാർ ടൗണിലെ പാലമാണ്. ഷാജി പയ്യനടുത്ത് ഇപ്പോൾ ബ്ലോക്ക് മെമ്പറല്ലേ? ഷാജി ഒന്നിറങ്ങാവോ? താഴോട്ടൊന്നിറങ്ങാവോ? പാലത്തിൻ്റെ താഴോട്ടൊന്നിറങ്ങാവോ? വഴിവിളക്ക് ഇട്ടിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ പഞ്ചായത്ത് ഭരണസമിതി അപ്പോൾ നടന്നൊരു വർക്കാണ് 9 ലക്ഷം രൂപയുടെ മിനി കൈമാക്സ്. ഒരെണ്ണം പോലും തെളിഞ്ഞിട്ടില്ല. എസ്റ്റേറ്റിലേക്ക് ആളുകളെല്ലാവരും ഞായറാഴ്ച ദിവസമാണ് സാധനം വാങ്ങാൻ ടൗണിൽ വരുന്നത്. നമുക്കൊരു മാർക്കറ്റ് വേണ്ടേ? ഒരു ഫിഷ് മാർക്കറ്റ് ഇല്ല, ഒരു ഇറച്ചി മാർക്കറ്റ് ഇല്ല, ഒരു പച്ചക്കറി മാർക്കറ്റ് ഇല്ല. കറക്റ്റ് സമയത്തുള്ള ആള് തന്നെ. ഇവർക്ക് ചില സംശയങ്ങൾ. ഈ പഞ്ചായത്തിന് അനുവദിച്ച ഫണ്ടൊക്കെ എവിടെ പോയി എന്നുള്ളത്. കഴിഞ്ഞ 15 വർഷമായിട്ട് LDFന്റെ ഭരണമാണ് പഞ്ചായത്തിൽ നടക്കുന്നത്. ഈ 15 വർഷക്കാലമായിട്ട് ജനങ്ങൾ ഞങ്ങളിൽ തന്ന വിശ്വാസം 52% കഴിഞ്ഞ വർഷത്തെ ചെലവ്. കഴിഞ്ഞ വർഷത്തെ ചെലവ് 52% എന്ന് പറയുമ്പോഴും അതിനകത്ത് സ്പിൽ ഓവറായിട്ട് നമുക്ക് ഫണ്ടുകൾ, അതായത് പദ്ധതികൾ തുടങ്ങിയതിന് ശേഷമുള്ള ഫണ്ടുകൾ പൂർണ്ണമായിട്ടും 100% വിനിയോഗിക്കാൻ പറ്റിയില്ല. അത് സ്പിൽ ഓവറായിട്ട് കിടക്കുന്നുണ്ട്. അത് അടുത്ത വർഷത്തേന് നമുക്ക് കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കേണ്ട ഫണ്ടുകൾ കൃത്യമായിട്ട് എത്തിക്കാൻ സാധിക്കും. ചെലവഴിക്കുന്നുണ്ട്. ഹോസ്പിറ്റലായാലും സ്കൂളായാലും സൗകര്യങ്ങളെല്ലാം. അപ്പൊ നമുക്ക് രാഷ്ട്രീയപരമായ പല വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും നാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റക്കെട്ട് തന്നെ ആയിരിക്കും അല്ലേ? അതെ, ഉറപ്പായിട്ടും. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന് കീഴിലുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഏരിയ ആണ് ഈ കാണുന്ന സത്രം. അപ്പൊ ഈ സത്രം എന്നുള്ള പേര് വരാൻ കാരണം ഈ ശബരിമലയിലെ കാനനപാതയിലൂടെയുള്ള യാത്രക്കിടയിൽ പണ്ട് അയ്യപ്പന്മാരെ വിശ്രമിച്ചിരുന്നത് ഈ സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് സത്രം എന്നുള്ളൊരു പേര് വന്നത്. ഇപ്പോൾ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇങ്ങോട്ട് വരുന്നത്. അവർ വരുന്നതിൻ്റെ ഉദ്ദേശം പ്രധാനമായിട്ടും ഈ ഒരു ഹില്ലി വ്യൂസ് ആണ്. കണ്ടോ, മനോഹരമായ മലകളുടെ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഓഫ് റോഡ് റൈഡിങ്ങിന് വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ എത്തുന്നത്. ഇതുപോലുള്ള ജീപ്പുകളിലൂടെയൊക്കെ ഈ ഓഫ് റോഡ് കൂടെ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അയ്യോ, പറന്നു പോകട്ടെ ഇപ്പോ. സത്രത്തിൽ വന്നാൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. അതാണ് ഈ കാണുന്ന എയർ സ്ട്രിപ്പ്.
2017 ഒരു മെയ് മാസത്തിലായിരുന്നു ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. NCC കേഡറ്റുകൾക്ക് ചെറുവിമാനം പറത്തി പരിശീലനം നൽകാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത്. 2022 അവസാനത്തോടെ ആയപ്പോഴത്തേക്കിനും ഇതിന്റെ നിർമ്മാണം പൂർത്തിയായി. പിന്നെ മഴക്കാലത്ത് ഇതിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴ്ന്നു. വനം വകുപ്പിൻ്റെതാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറി ഇതിന്റെ ഉദ്ഘാടനത്തിനായിട്ട് തയ്യാറെടുക്കുകയാണ് എയർ സ്ട്രിപ്പ്. ഈ കാണുന്ന മല കണ്ടോ, ഇതിനപ്പുറമാണ് പുല്ലുമേട്, അതിന് താഴെയാണ് സന്നിധാനം. ഈ കാണുന്ന സത്രം അമ്പലത്തിൽ നിന്നാണ് സ്വാമിമാര് 14 കിലോമീറ്റർ താണ്ടി സന്നിധാനത്തേക്ക് പോകുന്നത്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ ഓരോ വാതിലുകളും ഓരോ വീടുകളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവർ മാത്രമല്ല കേട്ടോ, കാപ്പിത്തോട്ടത്തിലും ഏലത്തോട്ടത്തിലും ഒക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളൊക്കെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ എത്തിയതിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെയും കൂടി ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. ആളൊരു അഡ്വക്കേറ്റ് ആണ്, 26 വയസ്സാണുള്ളത്. LDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ജിനുമോളെ നമുക്കൊന്ന് കാണാം. ഭയങ്കര തിരക്കിലാണല്ലേ? ഇലക്ഷൻ വർക്ക് തിരക്കിലൊക്കെയാണ്. കന്നി അംഗമാണ്. പാർട്ടി എന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ 23-ാം വാർഡിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അങ്ങനെ കടക്കണം എന്ന് തോന്നാനുള്ള ഒരു കാരണം എന്താ? വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. AISF-ന്റെയും AIYF-ന്റെയും എനിക്ക് ലഭിച്ച പ്രചോദനവും പിന്തുണയുമാണ് ഇന്ന് ഈ നിമിഷം ഞാൻ ഇവിടെ വരെ എത്താനുള്ള കാരണം. അപ്പോൾ പ്രേക്ഷകരുടെ അറിവിലേക്ക് തോട്ടം തൊഴിലാളികൾ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? അനുയോജ്യമായി എത്തേണ്ട സ്ഥലങ്ങളിൽ ഇപ്പോഴും വികസനം എത്തിപ്പെടുവാനായിട്ട് സാധിക്കുന്നില്ല. അവിടെയൊക്കെ എൻ്റെ കയ്യൊപ്പുകൾ ചെല്ലണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഏതായാലും വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണല്ലേ അഡ്വക്കേറ്റ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ. അതും ഈ തോട്ടം തൊഴിലാളി മേഖലയിൽ നിന്നൊക്കെ. തെരഞ്ഞെടുപ്പിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഹിന്ദിയാ? അയ്യോ പെട്ടുപോയല്ലോ. ഗാന ടൈമായി. ഓക്കെ, സാപ്പാടുക്ക് ടൈം ആച്ചാ? അപ്പൊ നിങ്ങൾ ഇവിടുന്ന് കുറേ ദൂരം വേണ്ടേ വീട്ടിലേക്ക് പോകാൻ? അപ്പം എത്ര മണിയാകുമ്പോൾ വരും, എത്ര മണിയാകുമ്പോൾ പോകും? രാവിലെ 7 മണിയാകുമ്പോൾ ഇറങ്ങും. വൈകിട്ട് 5:45, 6 മണിയാകും വീട്ടിൽ ചെല്ലും. ரொம்ப ദൂരത്തിലായിരുന്നല്ലോ വരുന്നേ. എങ്ങനെയാണ് ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ? അട്ടയുണ്ടാവും, പാമ്പുണ്ടാവും, അതൊക്കെ എങ്ങനെയാണ്? അതൊക്കെ സഹിച്ചാൽ മരുന്നൊക്കെ ഉണ്ട്. വരട്ടിട്ട് അട്ടയ്ക്കുള്ള മരുന്ന് വരട്ടും. മലങ്കാലി നോക്കി എന്നാലും കടിക്കും, അട്ട കടിക്കും. പ്ലാവ് വരുവാണെങ്കിൽ അതൊക്കെ നോക്കി പിറക്കി വേണം നിന്ന് പണിതിട്ട് പോകാൻ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ തോട്ടം തൊഴിലാളികളുടെ പ്രതിസന്ധികളൊക്കെ പറഞ്ഞാലും തീരത്തില്ല. അപ്പൊ ദിവസം കൂലിയാണല്ലേ? ദിവസ കൂലിക്ക് വേണ്ടിയിട്ടാണ് ഇവരുടെ ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചിങ്ങനെ നിൽക്കുന്നത്. ഒരു എസ്റ്റേറ്റിന് കീഴിലുള്ള തോട്ടം തൊഴിലാളികൾ നേരിടുന്നത് ശമ്പള പ്രതിസന്ധിയാണ്. 6 മാസമായി അവർക്ക് ശമ്പളവും അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവർ ഈ ചെയ്യുന്ന ജോലിക്ക് പോലും ശമ്പളമില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്? കിട്ടുന്ന ചിലവ് കസ വെച്ച് കളിഞ്ഞു പോകുന്നുണ്ട്. ശമ്പളം കിട്ടിയാലല്ല ഞങ്ങൾക്ക് ഏതെങ്കിലും പണി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ചിലവ് കസ വെച്ച് എന്നാ ചെയ്യും? ബുദ്ധിമുട്ടാണ്. അത് ചോദിച്ചപ്പോൾ ഇന്ന് തരും നാളെ തരും പറയുന്നുണ്ട്. അത് ചിലവ് കാശ് ഒരു ദിവസം 250 രൂപ. അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് പോപ്സൺ എസ്റ്റേറ്റിന്റെ ഒരു പ്രതിസന്ധിയെ കുറിച്ചാണ്. ആ എസ്റ്റേറ്റ് പ്രതിസന്ധിയിലായാൽ ഇവരുടെ ജീവിതവും പ്രതിസന്ധിയിലാവും. അതെ. അപ്പോൾ വരുന്ന സ്ഥാനാർത്ഥികളൊക്കെ തന്നെ എന്താ പറയാറ്? ഇതിനെ കുറിച്ച് എന്താ പറയുന്നത് നിങ്ങളുടെ അടുത്ത്? ഇന്ന് തരും നാളെ തരും അങ്ങനെ പറയത്തുള്ളൂ. അപ്പോൾ ദിവസം ഒരു 250 രൂപ മാത്രം വേതനം കിട്ടിയാൽ എങ്ങനെയാണ് ജീവിതം കഴിഞ്ഞു പോകുക എന്നുള്ള കാര്യം ആർക്കും മനസ്സിലാകുന്നില്ല. വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെയാണ് അല്ലേ ഇവരുടെ ഒരു ജീവിതം കടന്നു പോകുന്നത്. കഴിച്ചോ? ഊണൊക്കെ കഴിക്കാൻ പോവാ. രാവിലെ കഴിച്ചു. പണിയില്ലായിരുന്നോ? പണിയില്ല. അപ്പൊ എങ്ങനെയാ നേതാക്കളൊക്കെ വന്നോ വോട്ട് തേടി? ഇത്തവണ ആരായിരിക്കും? LDF ആയിരിക്കോ UDF? കൂടുതൽ ഇപ്പൊ LDF ഇവിടെ വായ്പുണ്ട്. LDF വരുന്നത് നല്ലതാണോ? നല്ലതാ. തോട്ടം തൊഴിലാളികളല്ലേ, അവർക്ക് നല്ലതാ. മറ്റേ ഈ പെൻഷനൊക്കെ ഇപ്പൊ കൂട്ടി കൊടുത്തല്ലോ, കൂടുതൽ കൊടുത്തിട്ടുണ്ടല്ലോ. നേരത്തെ 1200 സാറിന്, പിന്നെ 1600 ആക്കി. ഇപ്പൊ 2000 അല്ല.
അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി അമ്മ. അടുത്തവണ കാണാം. കാണാം കാണാം. നേരത്തെ നമ്മൾ കണ്ടത് ഏറ്റവും പ്രായം കുറഞ്ഞ LDF സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഈ പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ UDF സ്ഥാനാർത്ഥിയാണ്. പെരുമാൾ അണ്ണനാണ്. 73 വയസ്സാണ് അല്ലേ? അതേറ്റാണ് അണ്ണൻ ആദ്യമായിട്ടാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട്? ഞാൻ 2 പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട്. ആണോ? എങ്ങനെയാണ്, ജയിക്കുമോ? എങ്ങനെയാ ജയിക്കും? ഇപ്പം 73 വയസ്സിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഇലക്ഷന് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ധൈര്യം കൊടുന്ന് കിട്ടും. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം. എല്ലാവിധ ആശംസകളും. ഓക്കെ. BJPയുടെ കരുത്തേയ ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുന്നത് നമ്മുടെ സ്വന്തം വിജയ ആൻറ്റി. അപ്പോൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? ഉപ്പിട്ട് ആഹാരം കഴിക്കുന്ന എല്ലാ ജനങ്ങൾക്കും അറിയാം ഇടതുസാരി സർക്കാർ എന്തുമാത്രം അഴിമതി നടത്തി അവിടെ ഭരണം നടത്തുന്നുണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വികസനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നിൽക്കുന്നത്. അപ്പോൾ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് പിടിച്ചെടുക്കണം. ഞങ്ങളുടെ 24 വാർഡിൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ NDA സ്ഥാനാർത്ഥികൾ ജയിക്കണം. പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയതല്ലേ? പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഈ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കണ്ടുമൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. എങ്ങനെയാണ് ഒരു പഞ്ചായത്തിൽ നേട്ടങ്ങളും കോട്ടങ്ങളും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇവിടുത്തെ ഒരു യുവാക്കളുടെയും കുട്ടികളുടെയും ഒരു സ്വപ്നമായിരുന്നു ഇവിടെ ഒരു ഹൈടെക് ഒരു ഗ്രൗണ്ട് വേണമെന്നുള്ളത്. അപ്പം അത് എന്തായാലും ഈ വർഷം പഞ്ചായത്തിന് അത് നല്ലപോലെ സാധിച്ചു. പിന്നെ വീടില്ലാത്ത കുറേ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ആരോഗ്യ മേഖലയിലെ സൗകര്യങ്ങളുണ്ടെന്ന് തീർത്ത് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഒന്നെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കണം, ഇല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി അല്ല മുണ്ടക്കയം, ഇതൊക്കെയാണ് വന്നത്. അതിനായിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിനെ സംബന്ധിച്ച് അല്ല വണ്ടിപ്പെരിയാറിനെ സംബന്ധിച്ച് അതിന് തക്കതായ ഒരു ആശുപത്രി ഇവിടെ ഇല്ല. എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ്, എൻ്റെ അമ്മയാണ്. സുഖം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാടും നാട്ടുകാരും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും. ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവനും വിനീഷ് പറവൂരിനുമൊപ്പം സ്നേഹാമലയിടാൻ മാതൃഭൂമി.